സാറേ, PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് പണം തട്ടിയെടുക്കാനായിട്ട് രാജസ്ഥാനിൽ 29,000-ഓളം കർഷകർ തയ്യാറായി. അത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നടത്തിയ തട്ടിപ്പാണ്. പക്ഷേ ഇവർ രാജസ്ഥാനിൽ നിന്നുള്ളവരല്ല, മറ്റ് ചില സ്റ്റേറ്റിൽ നിന്ന് വന്നവരാണെന്ന് കേൾക്കുന്നു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടൊരു സംഗതി സിനിജി പറഞ്ഞതിലില്ല. ഈ 29,000 വ്യാജ കർഷകർ അവർ മുസ്ലിങ്ങളാണ്. 29,000 പേരും. അത് രാജസ്ഥാനിൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഗ്രാമങ്ങളിലാണ് ഈ മുസ്ലിം കർഷകർ രജിസ്റ്റർ ചെയ്ത് വ്യാജ അക്കൗണ്ടുകൾ ബാങ്കിൽ എടുത്തിട്ട്, ഇതൊക്കെ ഈ ചെറിയ പീരിയഡിൽ, അതായത് കൃത്യമായ ഏകോപനം ഇതിലുണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക പീരിയഡിലാണ്, ഒരു ദിവസം കൊണ്ടൊക്കെയാണ് ഒരുപാട് അക്കൗണ്ടുകൾ ബാങ്കിൽ തുടങ്ങിയിരിക്കുന്നതുമൊക്കെ. കൃത്യമായ പ്ലാനിങ് ഉണ്ട് അല്ലേ? കേന്ദ്ര സ്കീമാണ് PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. ഇത് അശോക് ഗെഹ്ലോട്ട് ഒക്കെ ഭരിച്ചിരുന്ന കാലത്തൊക്കെയാണ്, കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്താണ് ഈ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജസ്ഥാനിലെ പാലി എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഇത് കൂടുതലും നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മറ്റേ വ്യാജ കർഷകരുണ്ടല്ലോ, മുസ്ലിം കർഷകർ, ഇവരൊന്നും രാജസ്ഥാനിലുള്ളതല്ല, പശ്ചിമ ബംഗാൾ. ഇവരുടെ പശ്ചിമ ബംഗാളിലെ അക്കൗണ്ടിലേക്ക്, ബീഹാറിലെ അക്കൗണ്ടിലേക്ക്, UPയിലെ അക്കൗണ്ടുകളിലേക്കൊക്കെയാണ് പണം ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് കോടികൾ പോയിട്ടുണ്ടെങ്കിലും പിന്നീട് ഇത് കണ്ടെത്തി മരവിപ്പിച്ചിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ. അതാണ് ഒരു നടുക്കുന്ന കുംഭകോണ കഥയാണത്, PM കിസാൻ കുംഭകോണം എന്ന് പറയുന്നത്. അപ്പോൾ പാലി ജില്ലയിൽ മാത്രം രാജസ്ഥാനിൽ 29,000 വ്യാജ മുസ്ലിം കർഷകരുടെ അക്കൗണ്ടുകളുണ്ട്. ആ പാലി ജില്ലയിലെ ദസൂരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് 20,000 അക്കൗണ്ടുകൾ, ഒറ്റ സ്ഥലത്ത് മാത്രം. റാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് 9,004, അങ്ങനെ 29,004. പിന്നെ മാർവാർ ഭാഗത്ത് 62 മാർവാർ. 2020 അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇത് നടന്നിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് 7 കോടി രൂപയോളം ആണ് ഈ കുംഭകോണത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. 7 കോടി രൂപയോളം തട്ടിയെടുക്കാനുള്ള 29,000 അക്കൗണ്ടുകൾ. ആയിരക്കണക്കിന് വ്യാജ അക്കൗണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി, മുസ്ലിം ഇല്ലാത്ത ഗ്രാമങ്ങളിൽ പോലും മുസ്ലിം പേരിൽ അക്കൗണ്ടുകൾ തുടങ്ങി. ഇത് പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ബീഹാറിലെ കർഷകരുടെ പേരിൽ ആണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. മുസ്ലിം അവിടെയൊക്കെ ചിലപ്പോൾ കർഷകരൊക്കെ ആയിരിക്കാം, പക്ഷെ രാജസ്ഥാനിൽ കർഷകരല്ല. അല്ല. അന്ന് ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും ഈ അശോക് ഗെഹ്ലോട്ട് സർക്കാർ FIR ഇട്ടില്ല. പോലീസ് മറച്ചു വെക്കാനായിരുന്നു ശ്രമം, മൂടി വെക്കുകയാണ് ചെയ്തത് കുംഭകോണം. പണം പിൻവലിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ 1-2 തവണ ഇൻസ്റ്റാൾമെൻറ്റുകൾ, 2 ഇൻസ്റ്റാൾമെൻ്റൊക്കെ പലയിടത്തു നിന്നും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് മരവിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടുതലും അന്വേഷണം നടത്തിയത് ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞ പത്രമാണ്. പത്രത്തിൻ്റെ ലേഖകരൊക്കെയാണ് ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈറ്റ് വഴിയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ മിത്ര നമ്മുടെ ഇവിടെ ഇല്ലേ, അക്ഷയ എന്നൊക്കെ പറയുന്നിട്ട്. അപ്പോൾ ഈ മിത്ര, പിന്നെ കോമൺ സർവീസ് സെൻ്ററുകൾ, അക്ഷയ സെൻ്ററുകൾക്കാണ് അവിടെ കോമൺ സർവീസ് സെൻ്ററുകൾ എന്ന് പറയുന്നത്. CSC. അപ്പോൾ കോമൺ സർവീസ് സെൻ്ററുകളിലെ ഈ മിത്ര പോർട്ടൽ വഴിയാണ് ഈ വ്യാജ അപേക്ഷകളൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി നിർദ്ദേശം പോയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 2019 തുടങ്ങി 2020 ഓഗസ്റ്റ് വരെയാണ് അപേക്ഷ. ഒരു പ്രത്യേക കാലത്ത് പട്വാരി, അതായത് പിന്നെ ഈ ഭൂമി കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥൻ മുതൽ തഹസിൽദാർ വരെ, തഹസിൽദാരും ജില്ലാ കലക്ടറും വരെയുള്ള പോകുന്ന ഈ അപേക്ഷ പല സ്ഥലത്തും പോകണമല്ലോ, ഒരു സ്ഥലത്തു നിന്നും മറു സ്ഥലത്തേക്ക്. അപ്പോൾ അത് പട്വാരി മുതൽ
ജില്ലാ കലക്ടർ വരെ അപേക്ഷകൾ പോയിട്ടുണ്ട്. ഈ അവസാനം ഈ കലക്ടർ അപ്രൂവ് ചെയ്തിട്ടാണ് ഈ കേന്ദ്രത്തിലേക്ക് ഇത് പോകുന്നത്. അപ്പോൾ എന്നിട്ട് ആ അക്കൗണ്ടുകളിലേക്ക് ജില്ലാ ഭരണകൂടം കൊടുത്ത അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണിത്. ഇതാണ് പ്രോസസ്സ് നടന്നിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ID സംവിധാനങ്ങളുണ്ടല്ലോ, അത് ഹാക്ക് ചെയ്തതായിട്ട് സംശയിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇത് അപ്രൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടി. പിന്നെ വ്യാജ ചിത്രങ്ങളൊക്കെ ഒട്ടിക്കണമല്ലോ, ആരുടെയെങ്കിലുമൊക്കെ പേരിലുള്ളത്, ആധാർ കാർഡ്, വേറെ നമ്പറുകൾ, അങ്ങനത്തെ സംഗതികളിലൊക്കെ അങ്ങനെ ഹാക്ക് ചെയ്തിട്ട് ഇതായ സംശയമുണ്ട് അനുമതിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒന്നിൽ കൂടുതൽ സർക്കാർ ID ഉപയോഗിച്ചതായിട്ടും സംശയിക്കുന്നുണ്ട്. 2020 ഈ ദസൂര്യയിൽ നിന്ന് ഒരുപാട് അപേക്ഷകൾ പോയിരുന്നു. ദസൂര്യ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് 2020 നവംബർ 5-ന് 265 പെൻഡിങ് അപേക്ഷകൾ അപ്രൂവ് ചെയ്തു. ഡിസംബർ 21-ന് ഒറ്റ ദിവസം 19,331 അപേക്ഷകൾ ഒറ്റ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒറ്റ ദിവസം 19,331 അപേക്ഷകൾ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി സംശയം ഉണ്ടായത്. ഒരു ദിവസം തന്നെ 20,000-ഓളം അപേക്ഷ എന്ന് പറയുമ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്ന് സംശയം വന്നത്. ഫ്രോഡാണെന്ന് സംശയം വന്നു. പിന്നെ നോക്കുമ്പോൾ 95% പേരും മുസ്ലിം പേരുകളാണ്. അപ്പോൾ ദസൂര്യയിൽ മുസ്ലിങ്ങളില്ല. അതാണ് ദസൂര്യയിൽ നിന്നുള്ള 19,331 അക്കൗണ്ടുകളെ പറ്റി സംശയം വരാനുള്ള കാര്യം. നോക്കുമ്പോഴൊക്കെ ഈ മുഹമ്മദ് ഹുസൈൻ ജബ്ബാർ എന്നൊക്കെയുള്ള പേരുകൾ അവിടെയാണെങ്കിൽ മുസ്ലിങ്ങളില്ല, കർഷകർ. പിന്നെ എങ്ങനെ ഈ പേരുകൾ വന്നു എന്നുള്ള സംശയമുണ്ട്. നമ്മുടെ മാധവറാവു സിന്ധ്യയുടെ അച്ഛൻ്റെ പേര് ജോർജ് സിയാജി റാവു സിന്ധ്യ എന്നായിരുന്നു. ഇത് അടുത്ത കാലത്തൊരു പുസ്തകം വായിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. ബ്രിട്ടീഷ് മറ്റേ യൂറോപ്യൻ ജീവിത രീതിയൊക്കെ പിന്തുടരുമ്പോൾ അങ്ങനെ വരുമല്ലോ. പണ്ട് ഈ ഒരു ആനയെ നിലമ്പൂർ കോവിലത്ത് നിന്ന്, ഈ നിലമ്പൂർ കോവിലത്തെ ആനയ്ക്കും ജോർജ് ജോസഫ് എന്നൊക്കെ പേരുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ വായിച്ചു. ഈ ഒരിക്കൽ നിലമ്പൂർ കോവിലകം പിടിച്ചുകൊണ്ടുവരുന്ന ആനയുടെ പേര് എവറസ്റ്റ് എന്നായിരുന്നു. ഇംഗ്ലീഷ് പേരാണല്ലോ. അതെ. ഈ മാപ്പിള ലഹളക്കാലത്ത് അതിൽ നിന്ന് രാജ്യത്തിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ എവറസ്റ്റ് എന്ന് പറഞ്ഞ ആനയെ ഗുരുവായൂരപ്പന് നടക്കിരുത്തി. ആ എവറസ്റ്റ് എന്ന് പറഞ്ഞ ആനയാണ് ഗുരുവായൂർ കേശവൻ. ആണോ? അത് ശരി. ഗുരുവായൂർ കേശവന്റെ പൂർവനാമം. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ആളുകൾ ഓർക്കില്ല. അപ്പോൾ 4,793 അക്കൗണ്ടുകളിലേക്ക് രാജസ്ഥാനിന് പുറത്തേക്ക് 1.51 കോടി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഈ ഫ്രോഡ് കണ്ടെത്തുമ്പോൾ 7,000 കോടിയുടെ ഫ്രോഡ് കണ്ടെത്തുമ്പോൾ റാണി ബ്ലോക്കിലെ വർക്കാന ഗ്രാമത്തിൽ 904 വ്യാജാപേക്ഷകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റ ദിവസം ഒറ്റ ബാങ്കിലാണ് 9,004 അപേക്ഷകൾ ചെന്നത്. 3 ഗഡു ഇൻസ്റ്റാൾമെൻറ്റ് PM കിസാൻ സമ്മാൻ നിധി 3 ഗഡു ഈ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ജില്ലാ അധികൃതർ. അപ്പോൾ നല്ല ഏകോപനം ഇതിലുണ്ടായിട്ടുണ്ട്. രാജസ്ഥാനിന് പുറത്തെ മുസ്ലിങ്ങളാണ് ഒരേ സമയത്താണ് ചെയ്തിരിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ ഒറ്റ ദിവസവുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഇതിൻ്റെ അകത്തുണ്ട് ഇല്ലേ? അതെ. ആ കാലത്തെ ഈ ഭരണകർത്താക്കൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അപ്പോൾ ഇത് വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ കോൺഗ്രസ് കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്തിട്ട് കുറെ ആൾക്കാരെ കൊണ്ടുവന്നത് ചെയ്യിച്ചതാണ്. അവർക്ക് വേണ്ട വോട്ടർമാർക്ക് പശ്ചിമ ബംഗാളിലും ഉത്തർപ്രദേശിലും ബീഹാറിലും അവരുടെ മുസ്ലിം വോട്ടർമാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണിത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഉള്ള കോൺഗ്രസ് ഉറപ്പുള്ള ന്യൂനപക്ഷ വോട്ടർമാർക്ക് ചെയ്തു കൊടുത്തിരിക്കുകയാണ് അശോക് ഗെഹ്ലോട്ട്. അതാണ് വേറെ സംസ്ഥാനങ്ങളിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പൈസ കിട്ടുന്നത് രാജസ്ഥാനിൽ. തെരഞ്ഞെടുപ്പ്
തട്ടിപ്പും കൂടിയാണ് ഇത് എന്നർത്ഥം. ഇതുപോലെ രാജസ്ഥാനിൽ മാത്രമല്ല 2024 മാർച്ചിൽ ഛത്തീസ്ഗഡ് ബെമേതാര ജില്ല, അവിടെ 856 അപേക്ഷകൾ, ഇങ്ങനെ വ്യാജ മുസ്ലിം അപേക്ഷകൾ വന്നിട്ടുണ്ട്. 198 എണ്ണം ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ആണ്. ദർഗോൾ ഗ്രാമത്തിൽ 656 എണ്ണം, 198 എണ്ണം ബഗാൽ ഗ്രാമത്തിൽ. 19 മുസ്ലിം കർഷകർ മാത്രമേ ബർഗോൾ ഗ്രാമത്തിലുള്ളൂ. പക്ഷെ അവിടെ 656 മുസ്ലിം കർഷക അക്കൗണ്ടുകൾ വന്നിരിക്കുന്നു. 3 കോടി അവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഛത്തീസ്ഗഡിൽ, ഉത്തർപ്രദേശിൽ മൊറാദാബാദിൽ ഇങ്ങനത്തെ വ്യാജ അക്കൗണ്ടുകൾ കണ്ടിട്ടുണ്ട്. ബില്ലാരിയിൽ, മൊറാദാബാദിലെ ബില്ലാരിയിൽ. അപ്പോൾ അവിടെ വ്യാജ ആധാർ റാക്കറ്റ് ഉള്ളതായിട്ടും കണ്ടിട്ടുണ്ട്. ഒരു വ്യാജ ആധാർ കേന്ദ്രം നടത്തിയിരുന്ന വാജിദ് മാലിക് എന്ന് പറഞ്ഞ ആളെ പിടിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചിരിക്കുന്നത് മൊറാദാബാദിലെ ബില്ലാരിയിൽ ഈ വ്യാജ ആധാർ കേന്ദ്രം തുറന്നതും മുസ്ലിങ്ങൾക്ക് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതും ഉത്തർപ്രദേശിലെ സംബലിൽ നടന്ന കലാപത്തിന് ശേഷമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് മറ്റേ കോൺഗ്രസ് കാലത്ത് നടന്നിരിക്കുന്നത്. രാജസ്ഥാനിൽ നടന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തേക്ക് വലിയൊരു തട്ടിപ്പാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനൊരു തട്ടിപ്പ് കുംഭകോണം ഇന്ത്യയിൽ അറിവില്ലാത്തതാണ്. മുസ്ലിങ്ങളുടെ പേരിലുള്ള കുറേ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് PM കേന്ദ്ര സർക്കാർ സമ്മാൻ നിധി കർഷകർക്കുള്ളത് വേറെ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുക. രാജസ്ഥാൻ, കർണാടകത്തിൽ നിന്ന് ഈ ഗോത്രവർഗം സഹായം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈദരാബാദിലെ ഒരു അക്കൗണ്ടിലേക്ക് പോയതായിട്ടൊക്കെ വാർത്ത വന്നിരുന്നു. എന്നിട്ട് അക്കൗണ്ടന്റ് ആത്മഹത്യ ചെയ്യുകയും അവിടുത്തെ പട്ടികജാതി ക്ഷേമ മന്ത്രി നാഗാർജുന രാജിവെക്കുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ ഭരിക്കുന്നത് സിദ്ധരാമയ്യ സർക്കാർ ആയതുകൊണ്ട് പിന്നീട് അതേപ്പറ്റി ഒന്നും കേട്ടില്ല. നമ്മളത് ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു സംസ്ഥാനം വിട്ട് വേറെ സംസ്ഥാനങ്ങളിലേക്കും ഈ ഫണ്ടുകൾ കേന്ദ്ര ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.